എറണാകുളം പാര്യത്തുകാവിലെ 8 കുടുംബങ്ങളാണ് ജനിച്ച മണ്ണിൽ ജീവിക്കുക എന്ന അവരുടെ അവകാശത്തിന് വേണ്ടിയുള്ള സമര പോരാട്ടത്തിൽ ഇപ്പോഴും തുടരുന്നത്. നിലവിൽ കേസ് പരിഗണിച്ച ഹൈക്കോടതി 15 ദിവസങ്ങൾക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കാമെന്ന ഉറപ്പിലാണ് പിരിഞ്ഞത്. അപ്പോഴും ഈ 8 കുടുംബങ്ങളുടെയും ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർ കാലാകാലങ്ങളായി താമസിച്ചു വരുന്ന മറ്റ് ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ഒന്നുമില്ലാത്ത ജനത ഈ 8 കുടുംബങ്ങളിലുള്ളവർക്ക് അവർ ആഗ്രഹിക്കുന്നത് നീതിയാണ്. കാരണം അവർക്ക് ഈ മണ്ണിൽ തന്നെ തുടർന്നും ജീവിക്കണം. ഇതല്ലാതെ മറ്റു ഉപാധികളൊന്നും തന്നെ ഈ 8 കുടുംബങ്ങൾക്ക് മുൻപിലുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പക്കൽ നിന്നും സർക്കാരിൽ നിന്നുമെല്ലാം തങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടി അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി എത്രയും വേഗം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ സമരസമിതി ഇപ്പോഴുള്ളത്. ജനിച്ച മണ്ണിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് പാരിയത്തുകാവിലെ 8 കുടുംബങ്ങൾ. കോടതി വിധി കൂടി എതിരായതോടെ ഏതു നിമിഷവും സ്വന്തം ഭൂമിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന ഭീതിയിലാണ് ഇവർ. ഈ സമയവും നീതിന്യായ സംവിധാനങ്ങളിൽ പ്രതീക്ഷയോടെയാണ് ആ 8 കുടുംബങ്ങളും സമരമുഖത്തുള്ളത്. പാരിയത്തുകാവ് കോളനിയിലെ പാരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുൻപാകെയുള്ള ഹർജിയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 15 ദിവസത്തേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം സമയം അനുവദിച്ച കോടതി നടപടിയെ CPIM-ഉം സമരസമിതിയും സ്വാഗതം ചെയ്യാം. പാരിയത്തുകാവ് ഉന്നതിയിലെ പാവപ്പെട്ട മനുഷ്യർക്ക്, തലമുറകളായി ജീവിക്കുന്നവർക്ക് ഇവിടെ തുടർന്നും തങ്ങളുടെ വീടും സ്ഥാവര ജംഗമങ്ങളും ഒക്കെയായി സമാധാനപരമായി ജീവിക്കുവാൻ ആവശ്യമായ സാഹചര്യം നൽകണമെന്നാണ് ഗവൺമെന്റിന്റെ മുൻപാകെ CPIM-ഉം സമരസമിതിയും ഉന്നയിക്കുന്ന ആവശ്യം. പാരിയത്തുകാവിലെ ഭൂമിയുടെ ഉടമസ്ഥതയെ ചൊല്ലി പ്രദേശത്ത് 50 വർഷത്തോളമായി തർക്കം നിലനിൽക്കുന്നുണ്ട്. ഭൂമിയിൽ അവകാശമുന്നയിച്ച് സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കേസിൽ ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് എതിരായാണ് വിധി വന്നത്. കേസ് സുപ്രീം കോടതി വരെ എത്തിയെങ്കിലും സമാനമായ വിധി തന്നെയാണ് എല്ലായ്പ്പോഴും ലഭിച്ചത്. എന്നാൽ പുറമ്പോക്ക് ഭൂമിയിലാണ് താമസിക്കുന്നത് എന്നാണ് ഉന്നതിയിലെ കുടുംബങ്ങളുടെ വാദം. ഞങ്ങൾ ഇവിടുന്ന് ഒഴിവാകുന്ന ലക്ഷണമില്ല. ഞങ്ങൾക്കിത് വിജയിച്ച് ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജനിച്ച മണ്ണിൽ തന്നെ കിടക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഞങ്ങൾക്ക് സമ്പാദിച്ച ഒരു വീട് വെക്കാനൊന്നും ഞങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ ഇപ്പോൾ 2 ആഴ്ചത്തെ സമയം തന്നിട്ടുണ്ട്. അതിന് എന്താണെന്ന് വെച്ചാൽ തീരുമാനം അറിയട്ടെ. നമുക്ക് ബാക്കിയൊക്കെ തീരുമാനിക്കും. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട സർക്കാർ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഈ മണ്ണിനകത്ത് തന്നെ നിലനിർത്തുന്ന തരത്തിലുള്ള ഒരു പ്രശ്നപരിഹാരം സാധ്യമാക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നേരത്തെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ വിധി വരുന്നത്. ആ വിധിയെ തുടർന്നാണ് ഈ പ്രദേശം കണ്ടെത്തുന്നതിന് വേണ്ടി ചുറ്റുവട്ടത്തുള്ള പ്രദേശത്തെ 19.5 ഏക്കർ അളന്ന് തിട്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായാണ് ഒരു ഗവൺമെൻറ് ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ വരുന്നത്. ആ ഡയറക്ഷൻ അനുസരിച്ച് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ നമുക്ക് നിയമപരമായി കൂടുതൽ സാധ്യത ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ സർക്കാർ വന്നപ്പോൾ ആ നടപടികളുമായി മുമ്പോട്ട് പോകാൻ വേണ്ടി തയ്യാറായില്ല എന്നാണ്. നിലവിൽ ഹൈക്കോടതിയിൽ സർക്കാർ പ്രശ്നപരിഹാരത്തിന് 2 ആഴ്ചത്തെ സാവകാശം ചോദിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലിൻ്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. അപ്പോഴും സുപ്രീം കോടതി വിധി എങ്ങനെ നടപ്പിലാക്കാതെ ഇരിക്കും എന്നതിലാണ് സർക്കാരിന് ആശങ്കയുള്ളത്. അതേസമയം പ്രദേശത്ത് CPM-ൻ്റെയും വിവിധ പോഷക സംഘടനകളുടെയും സമരസമിതിയുടെയും നേതൃത്വത്തിൽ സമരം തുടർന്നു വരികയാണ്. തങ്ങൾക്ക് അനുകൂലമായ തീരുമാനവും വിധിയും കോടതിയിൽ നിന്നും ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും പാലിയത്തുകാവിലെ 8 കുടുംബങ്ങളുമുള്ളത്. പാലിയത്തുകാവിൽ നിന്നും ആദർശ് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.